ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചീവർ സ്റ്റഡി വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെ ചെയ്തിരുന്നത് PSC പരീക്ഷകളിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന കറണ്ട് അഫെയർസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സീരീസുകളായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ അതിൽ നിന്നും വ്യത്യസ്തമായി PSC പരീക്ഷാ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പായി ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. നമ്മുടെ വീഡിയോസിൽ PSCയുടെയും SSCയുടെയും UPSCയുടെയും അണ്ടറിൽ വരുന്ന എക്സാം സിലബസിനെ ബേസ് ചെയ്ത ക്ലാസ്സുകളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്സും ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും നമ്മൾ ചർച്ച ചെയ്യും. കൂടാതെ കറണ്ട് അഫെയർസ് ഓരോ മാസം കൂടുന്തോറും ക്ലാസ്സായി ഇടുന്നതായിരിക്കും. ഇതിനോടൊപ്പം തന്നെ മിസലേനിയസ് നോട്ട്സ് എന്ന ഹെഡിങ്ങിൽ റാൻഡമായ പ്രധാനപ്പെട്ട ചില ടോപ്പിക്സും ചർച്ച ചെയ്യും. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുവെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് രൂപത്തിൽ അറിയിക്കാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഏൻഷ്യൻ്റ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പുരാതന ഇന്ത്യൻ ചരിത്രത്തെ പറ്റിയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച ക്ലാസ്സുകൾ പല എപ്പിസോഡ്സ് ആയിട്ടായിരിക്കും ചെയ്യുക. ഓരോ ടോപ്പിക്കിനൊപ്പം അതിനോടനുബന്ധിച്ച ക്വസ്റ്റ്യൻസും നമ്മൾ ചർച്ച ചെയ്തു പോകും. ഇന്നത്തെ ക്ലാസ്സിൽ ശിലായുഗം അല്ലെങ്കിൽ സ്റ്റോൺ ഏജിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പുരാതന ഇന്ത്യൻ ചരിത്രം. ഇതിൽ ചരിത്രം എന്നൊരു വാക്കിനെ പറ്റി നമുക്ക് കുറച്ചൊന്ന് മനസ്സിലാക്കാം. ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്? അതെന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? സാധാരണ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠനമാണ് ചരിത്രം എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ കാലത്തുണ്ടായ സംഭവങ്ങൾ, അവിടുത്തെ ആളുകൾ, സമൂഹം ഇവയൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ചരിത്ര പഠനത്തിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പഠനമാണ് ചരിത്രം. അതായത് കഴിഞ്ഞ കാലത്തുണ്ടായ സംഭവങ്ങൾ, അവിടുത്തെ ആളുകൾ, സമൂഹം ഇവയൊക്കെ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ചരിത്ര പഠനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഹിസ്റ്ററി പഠിക്കുമ്പോൾ ചരിത്രകാരന്മാർ പ്രധാനമായും 2 തരത്തിലുള്ള തെളിവുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ആർക്കിയോളജിക്കൽ എവിഡൻസ് അല്ലെങ്കിൽ പുരാവസ്തു സംബന്ധമായ തെളിവ്. പുരാവസ്തു സംബന്ധമായ തെളിവെന്ന് പറയുമ്പോൾ പുരാവസ്തുക്കളായിരിക്കാം. അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉത്ഖനനം ചെയ്യുന്നത് വഴി കിട്ടുന്ന പുരാവസ്തുക്കൾ എന്ന് പറയുമ്പോൾ ആ പർട്ടിക്കുലർ കാലത്ത് ജീവിച്ചിരുന്നവർ ഉപയോഗിച്ചിരുന്ന കളിമൺ പാത്രങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെയാകാം. ഇങ്ങനെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ സമയത്തെ സമൂഹം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതുവഴിയാണ്? ആർക്കിയോളജിക്കൽ എവിഡൻസ് വഴിയാണ്. രണ്ടാമത്തൊരു എവിഡൻസ് ആണ് റിട്ടൺ എവിഡൻസ് അല്ലെങ്കിൽ ലിഖിതമായ തെളിവ്. അതായത് ഏതെങ്കിലും റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ചരിത്രകാരന്മാർ പ്രധാനമായും 2 തരത്തിലുള്ള തെളിവുകളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ആർക്കിയോളജിക്കൽ എവിഡൻസ് അല്ലെങ്കിൽ പുരാവസ്തു സംബന്ധമായ തെളിവും. 2, റിട്ടൺ എവിഡൻസ് അല്ലെങ്കിൽ ലിഖിതമായ തെളിവുകളുമായിരിക്കും. അപ്പോൾ എഴുത്തുവിദ്യ ഇല്ലാതിരുന്ന പ്രാകൃത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ എങ്ങനെ ജീവിച്ചു, അവരുടെ സ്വഭാവം എന്തായിരുന്നു എന്നൊക്കെ ചരിത്രകാരന്മാർ മനസ്സിലാക്കിയിരുന്നത് ആ കാലഘട്ടത്തിലെ പുരാവസ്തുക്കളിൽ നിന്നും ലഭിച്ചിരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. ഇത്തരത്തിലുള്ള ചരിത്ര പഠനത്തെയാണ് നമ്മൾ പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നത്. പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചരിത്രാതീത പഠനം എന്ന് പറയും. പ്രീ ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രാതീത പഠനം എന്ന് പറയുന്നത് എന്താണ്? എഴുത്തുവിദ്യ ഇല്ലാതിരുന്ന ഒരു കാലത്ത്, അതായത് ആ പ്രാകൃത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യർ എങ്ങനെ ജീവിച്ചു, അവരുടെ സ്വഭാവം എന്തായിരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിലെ പുരാവസ്തുക്കളിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ചരിത്ര പഠനം നടത്തുന്നതിനെയാണ് പ്രീ ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രാതീത പഠനം എന്ന് പറയുന്നത്. അടുത്തൊരു ഹിസ്റ്ററിയാണ് പ്രോട്ടോ ഹിസ്റ്ററി. പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഈ പ്രീ ഹിസ്റ്ററിക്ക് ശേഷമുള്ളതാണ്. അതായത് ഈ കാലഘട്ടത്തിൽ റൈറ്റിംഗ് കൾച്ചറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനു ശേഷം വന്ന സമൂഹം ഈ കാലഘട്ടത്തെക്കുറിച്ച് കേട്ടുകേൾവിയുള്ള കാര്യങ്ങൾ എഴുതി സൂക്ഷിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ചരിത്ര പഠനമാണ് പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയുന്നത്. പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലും എഴുത്തുവിദ്യയൊന്നും വശമില്ലായിരുന്നു. പക്ഷേ ഇതിനു ശേഷം വന്ന ഒരു സമൂഹം എന്തു ചെയ്തു? ഇവർ കേട്ടുകേൾവിയുള്ള കാര്യങ്ങൾ അവർ എഴുതി സൂക്ഷിച്ചിരുന്നു. അവർക്ക് മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാരെ പറ്റി അവർ എന്ത് ചെയ്തിരുന്നു? എഴുതി സൂക്ഷിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ചരിത്ര പഠനമാണ് പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയുന്നത്. എന്നാൽ പ്രീ ഹിസ്റ്ററി എന്തായിരുന്നു? ആ സമയത്ത് ആർക്കിയോളജിക്കൽ എവിഡൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അടുത്തതാണ് ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലെ വിവരങ്ങളെല്ലാം കൃത്യമായി എഴുതി സൂക്ഷിച്ചിരുന്നു. ആ സമൂഹത്തിലെ ആളുകൾ തന്നെ ആ കാലഘട്ടത്തിലെ വിവരങ്ങളെല്ലാം കൃത്യമായി എഴുതി സൂക്ഷിച്ചിരുന്നു. ആ കാലഘട്ടത്തിലെ സമൂഹത്തിൽ ജീവിച്ചിരുന്നവർ തന്നെയാണ് റെക്കോർഡിക്കലായിട്ട് ഈ വിവരങ്ങളെല്ലാം എഴുതി സൂക്ഷിച്ചത്. അപ്പോൾ നമുക്ക് പ്രീ ഹിസ്റ്ററിയുടെയും ഹിസ്റ്റോറിക് പീരീഡിൻ്റെയും ഒരു ബ്രിഡ്ജായിട്ട് പ്രോട്ടോ ഹിസ്റ്ററിയെ കാണാം. എങ്ങനെയാണ്? പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറയുന്നത് പ്രീ ഹിസ്റ്ററിയുടെയും അതേപോലെ തന്നെ ഹിസ്റ്റോറിക് പീരീഡിൻ്റെയും സ്വഭാവ ഗുണങ്ങൾ കാണിക്കുന്നത് കൊണ്ടാണ്.
ഓക്കെ, ഇനി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ പ്രീ ഹിസ്റ്ററി ആരാണെന്നാണ്. അതായത് ഇന്ത്യയിലെ ചരിത്രാതീത പഠനങ്ങളുടെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? റോബർട്ട് ബ്രൂസ് ഫൂട്ടാണ്. ഇതാണ് റോബർട്ട് ബ്രൂസ് ഫൂട്ടാണ് ഇന്ത്യയിലെ ചരിത്രാതീത പഠനങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നത്. പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്ന ടേം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണ് പ്രീ ഹിസ്റ്ററി എന്ന് പറയുന്നത്? ആ ഒരു കാലഘട്ടത്തിലെ ആളുകളെ പറ്റി നമ്മൾ എങ്ങനെയാണ് അറിഞ്ഞിരുന്നത്? അവർ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന ആർക്കിയോളജിക്കൽ എവിഡൻസ് വെച്ചിട്ടാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ആ ഒരു ഇന്ത്യൻ പ്രീ ഹിസ്റ്ററിയുടെ ഫാദർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിലെ ചരിത്രാതീത പഠനങ്ങളുടെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? റോബർട്ട് ബ്രൂസ് ഫൂട്ടാണ്. അതിനൊരു കാരണമുണ്ട്. അതായത് ഇദ്ദേഹം ഒരു ജിയോളജിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹം ബ്രിട്ടീഷുകാർക്കൊപ്പം ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്നു. 1863 ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലെ പല്ലാവാരം എന്ന സ്ഥലത്തു നിന്നും പ്രാചീന ശിലായുഗ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ചില ഉപകരണങ്ങൾ കണ്ടെത്തുകയുണ്ടായി. അത് നമ്മളിവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഇതിൻ്റെ തുടർ പഠനങ്ങളെ തുടർന്ന് തമിഴ്നാട്ടിലെ ആതിരപ്പക്കം എന്ന സ്ഥലത്തു നിന്നും പ്രാചീന ശിലായുഗ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഒരുപാട് ഉപകരണങ്ങൾ നമുക്ക് ലഭിച്ചു. അത് നമ്മൾ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ത്യയിൽ ചരിത്രാതീത പഠനത്തിന് അല്ലെങ്കിൽ പ്രീ ഹിസ്റ്റോറി സ്റ്റഡീസിന് തുടക്കം കുറിച്ചത്. ഓക്കെ, എന്താണ് അപ്പം ഈ ഒരു റോബർട്ട് ബ്രൂസ് ഫൂട്ട് എന്ന് പറഞ്ഞ വ്യക്തി 1863 എന്താണ് ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലെ പല്ലാവാരം എന്ന സ്ഥലത്ത് നിന്നും പ്രാചീന ശിലായുഗ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ കണ്ടെത്തുകയുണ്ടായി. സോ ഇതിൻ്റെ തുടർ പഠനങ്ങളെ തുടർന്ന് തമിഴ്നാട്ടിലെ ആതിരപ്പക്കം എന്ന സ്ഥലത്ത് നിന്നും പ്രാചീന ശിലായുഗ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഒരുപാട് ഉപകരണങ്ങൾ വീണ്ടും ലഭിക്കുകയുണ്ടായി. സോ ഈ ഒരു സംഭവമാണ് ഇന്ത്യയിൽ ചരിത്രാതീത പഠനത്തിന് അല്ലെങ്കിൽ പ്രീ ഹിസ്റ്ററി സ്റ്റഡീസിന് തുടക്കം കുറിച്ച സംഭവം. ഓക്കെ, ചരിത്രത്തിന് മുന്നേ ഉള്ള കാലഘട്ടത്തെ, ഇപ്പോൾ ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ഹിസ്റ്റോറിക് പീരീഡാണ്. ആ ഒരു ചരിത്രത്തിന് മുന്നേ ഉള്ള കാലഘട്ടത്തെ, അതായത് ഹ്യൂമൻ പ്രീ ഹിസ്റ്ററിയെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ചരിത്രം എന്ന് പറഞ്ഞാൽ, അതായത് ചരിത്ര കാലഘട്ടം എന്ന് പറയാൻ നമുക്കറിയാം ആ സമയത്ത് റിട്ടൺ റെക്കോർഡ്സുകളൊക്കെ ഉണ്ടായിരുന്നു. സോ ആ ഒരു റിട്ടൺ റെക്കോർഡുകൾ ഇല്ലാതിരുന്ന മുന്നേ ഉള്ള കാലം, അതായത് ഹ്യൂമൻ പ്രീ ഹിസ്റ്ററിയെ മൂന്നായിട്ടാണ് തിരിക്കുന്നത്. ഏതൊക്കെയാണ്? സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ശിലായുഗം, ബ്രോൺസ് ഏജ് അല്ലെങ്കിൽ വെങ്കലയുഗം, അയൺ ഏജ് അല്ലെങ്കിൽ ഇരുമ്പ് യുഗം. ഇപ്പോൾ സ്റ്റോൺ ഏജ് എന്ന് പറയുമ്പോൾ എന്താണ്? ശിലയുഗം. ശില എന്ന് വെച്ചാൽ കല്ല് കൊണ്ടുള്ള ഉപകരണങ്ങളായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, ബ്രോൺസ് ഏജ് എന്ന് പറയുന്നത് എന്താണ്? വെങ്കലയുഗമാണ്. വെങ്കലം കൊണ്ടുള്ള ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അടുത്തതാണ് അയൺ ഏജ്. അയൺ ഏജ് എന്ന് വെച്ചാൽ ഇരുമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ. ഓക്കെ, ഇനി മനുഷ്യൻ എന്ന ജീവി, അതായത് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ ആ ഒരു ജന്തു ഒരു നിസ്സാരക്കാരനല്ല. മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ ചില കഴിവുകളാണ്. അവയാണ് ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, അതുപോലെ ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കഴിവ്, പിന്നീട് ഇൻട്രോസ്പെക്ഷൻ എന്നൊരു എബിലിറ്റി ഉണ്ട്. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെയും ഫീലിങ്സിനെയും പറ്റി വിവരിക്കാനുള്ളൊരു കഴിവ്, അല്ലെങ്കിൽ അതിനെ ആത്മപരിശോധന എന്നൊരു മറ്റൊരു ടേമും പറയാം. അപ്പോൾ എന്താണ് ഈ ഒരു എബിലിറ്റിയൊക്കെ ഉള്ളത് ആർക്കാണ്? മനുഷ്യനാണ്. അപ്പോൾ എന്താണ് മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു നിസ്സാരക്കാരനല്ല. കാരണം അവന് ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട്, ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ട്, ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞൊരു എബിലിറ്റി ഉണ്ട്. എന്താണ് ഇൻട്രോസ്പെക്ഷൻ? നമ്മുടെ ചിന്തകളെയും ഫീലിങ്സിനെയും പറ്റി വിവരിക്കാനുള്ളൊരു കഴിവ് നമുക്കുണ്ട്. അത് നമ്മളെ മറ്റു ജന്തുക്കളിൽ നിന്നും വ്യത്യസ്തനാക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ഉപകരണം ഉപയോഗിക്കുന്ന മൃഗം അല്ലെങ്കിൽ ടൂൾ യൂസിങ് ആനിമൽ എന്നും മനുഷ്യനെ വിശേഷിപ്പിക്കാറുണ്ട്. എന്താണ്? ഉപകരണം ഉപയോഗിക്കുന്ന മൃഗം അല്ലെങ്കിൽ ടൂൾ യൂസിങ് ആനിമൽ എന്നും മനുഷ്യനെ വിശേഷിപ്പിക്കാറുണ്ട്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ആദ്യകാലം മുതലേ നമ്മൾ പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും ഉപയോഗിച്ചിരുന്നു. അതിനായി ഒരുപാട് ഉപകരണങ്ങളും നമ്മൾ ഉപയോഗിച്ചിരുന്നു. ആദ്യകാലങ്ങളിൽ ശില കൊണ്ടുള്ള ഉപകരണങ്ങൾ, അതായത് കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളായിരുന്നുവെങ്കിൽ പിന്നീട് അത് ലോഹവും ഇപ്പോഴത് ഇലക്ട്രോണിക് ഉപകരണങ്ങളുമായിട്ട് മാറിയിട്ടുണ്ട്. സോ ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലെ പ്രാവീണ്യം മനുഷ്യൻ നേടിയെടുത്തത് തന്നെയാണ് മനുഷ്യൻ്റെ സകല പുരോഗതിക്കും കാരണമായത്. സോ ഇനി നമുക്ക് സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ശിലായുഗത്തിലേക്ക് കടക്കാം. അപ്പോൾ സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ശിലായുഗം എന്ന് പറയുന്നത് എന്താണ്? കല്ലുകൊണ്ടുള്ള അല്ലെങ്കിൽ ശിലകൾ കൊണ്ടുള്ള ഉപകരണങ്ങളാണ് ആ സമയത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ശിലായുഗം എന്ന് പറയുന്നത് ഒരു നീണ്ട കാലഘട്ടമാണ്. സോ ചരിത്രകാരന്മാർ ഇതിനെ കുറച്ചുകൂടി ഒന്ന് പഠിക്കാനുള്ളൊരു എളുപ്പത്തിനായിട്ട് മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് പീരീഡ്, മധ്യശിലായുഗം അല്ലെങ്കിൽ മീസോലിത്തിക് പീരീഡ്, നവീന ശിലായുഗം അല്ലെങ്കിൽ നിയോലിത്തിക് പീരീഡ്. അപ്പോൾ എന്താണ്? സ്റ്റോൺ ഏജ്,
ഏജ് കുറച്ച് നീണ്ട കാലഘട്ടമായതിനാൽ ചരിത്രകാരന്മാർ ഇതിനെ പ്രധാനമായിട്ടും 3ആയിട്ട് തിരിച്ചു. ഏതൊക്കെയാണവ? പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് പീരീഡ്, മധ്യശിലായുഗം അല്ലെങ്കിൽ മീസോലിത്തിക് പീരീഡ്, നവീന ശിലായുഗം അല്ലെങ്കിൽ നിയോലിത്തിക് പീരീഡ്. ഓക്കെ, അപ്പോൾ എത്ര വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ സ്റ്റോൺ ഏജിലെ ഈ 3 കാലഘട്ടങ്ങളും ഉണ്ടായിരുന്നു എന്നതിന് കൃത്യമായി തെളിവില്ല. കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ പാലിയോലിത്തിക്കും മീസോലിത്തിക്കും നിയോലിത്തിക്കും ഒക്കെ വ്യത്യസ്ത സമയങ്ങളിലാണ് ഉണ്ടായത്. എന്നിരുന്നാലും ചരിത്രകാരന്മാർ ഇതിനും നമുക്കൊരു ഉത്തരം കണ്ടെത്തി തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജിനെ പറ്റി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാം. എന്താണ് പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് പീരീഡ് എന്ന് പറയുമ്പോൾ ആ ഒരു കാലഘട്ടം എപ്പോഴൊക്കെയാണ്? 10,000 BCക്ക് മുമ്പുള്ള കാലഘട്ടമാണ്. എന്താണ്? 10,000 BCക്ക് മുമ്പുള്ള കാലഘട്ടമാണ് പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ 5,00,000 BCക്കും 10,000 BCക്കും ഇടയ്ക്കുള്ള പീരീഡ്. എന്താണ്? 5,00,000 BCക്കും 10,000 BCക്കും ഇടയ്ക്കുള്ളൊരു പീരീഡാണ്. സോ ഇവിടെ നമ്മളൊരു ടേം കണ്ടു, BC. എന്താണ് BC എന്ന് പറയുന്നത്? BCയുടെ ഫുൾ ഫോം എന്താണ്? ബിഫോർ ക്രിസ്റ്റ്, അതായത് ക്രിസ്തു ജനിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു കാലഘട്ടമാണത്. ഓക്കെ, അതായത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കലണ്ടർ കൺസെപ്റ്റ് ഒക്കെ വരുന്നതിന് മുൻപ് തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു കലണ്ടറിക്കൽ ഫോർമാറ്റാണ് ഈ BC അതുപോലെ AD എന്നൊക്കെ പറയുന്നത്. BC എന്ന് വെച്ചാൽ എന്താണ്? ബിഫോർ ക്രിസ്റ്റ്, അതായത് ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ്. AD എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഫുൾ ഫോമാണ് അന്നോ ഡൊമിനി. എന്താണ് ADയുടെ ഫുൾ ഫോം? എന്താണ്? അന്നോ ഡൊമിനി. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? ക്രിസ്തു ജനിച്ച സമയം, അതായത് ക്രിസ്തു ജനിച്ച സമയത്തെ ആ ഒരു കാലഘട്ടത്തെ നമ്മൾ AD എന്ന പദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കും. അതിന് മുന്നേ ഉള്ള കാലഘട്ടം, അതായത് ക്രിസ്തു ജനിക്കുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടത്തെ BC എന്നും പറയും. സോ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിൽ വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത് എന്താണ്? 10,000 BCക്ക് മുമ്പുള്ള കാലഘട്ടമാണ്. അതായത് 5,00,000 BCക്കും 10,000 BCക്കും ഇടയ്ക്കുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട്, ക്വാർട്ടിസൈറ്റ് മനുഷ്യർ. അതാണ് ക്വാർട്ടിസൈറ്റ് മനുഷ്യർ അല്ലെങ്കിൽ ക്വാർട്ടിസൈറ്റ് മെൻ എന്ന് പറയുന്നൊരു ടേമുണ്ട്. അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ഈ പ്രാചീന ശിലായുഗത്തിൽ അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ അറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ക്വാർട്ടിസൈറ്റ് മനുഷ്യർ എന്ന് പറയുന്നത്. എന്താണ്? ഈ പാലിയോലിത്തിക് ഏജിൽ അല്ലെങ്കിൽ പ്രാചീന ശിലായുഗ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ പറയുന്ന പേരാണ് ക്വാർട്ടിസൈറ്റ് മനുഷ്യരെന്ന് പറയുന്നത്. എന്താണ് കാരണം? ഇവരുടെ ഉപകരണങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നത് ക്വാർട്ടിസൈറ്റ് എന്ന കട്ടിയുള്ള ഒരു പാറയിൽ നിന്നുമാണ്. ഓക്കെ, അതായത് ശില കൊണ്ടുള്ള ഉപകരണങ്ങളാണ് ഈ പ്രാചീന ശിലായുഗ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്ത് ആളുകളെ നമ്മൾ ക്വാർട്ടിസൈറ്റ് മനുഷ്യർ എന്ന് പറയുന്നത്. എന്താണ് ഈ ക്വാർട്ടിസൈറ്റ് മനുഷ്യർ എന്ന് പറയാൻ കാരണം എന്താണ്? ഈ പ്രാചീന ശിലായുഗ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ അറിയപ്പെടുന്നത് ക്വാർട്ടിസൈറ്റ് മനുഷ്യരെന്നാണ്. കാരണം ഇവരുടെ ഉപകരണങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നത് ക്വാർട്ടിസൈറ്റ് എന്ന കട്ടിയുള്ള ഒരു പാറയിൽ നിന്നുമാണ്. അതായത് ശില കൊണ്ടുള്ള ഉപകരണങ്ങളാണ് ഈ കാലഘട്ടത്തിലെ ആളുകൾ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ക്വാർട്ടിസൈറ്റ് മനുഷ്യർ എന്നൊരു ടേം കൊടുത്തത്. ഇനി ആധുനിക മനുഷ്യനായിട്ടുള്ള ഹോമോ സാപ്പിയൻസ് ആവിർഭവിച്ചതും ഈ ഒരു കാലഘട്ടത്തിലാണെന്നാണ് പറയുന്നത്. എന്താണ്? ആധുനിക മനുഷ്യനായിട്ടുള്ള ഹോമോ സാപ്പിയൻസ് ആവിർഭവിച്ചതും ഈ പ്രാചീന ശിലായുഗത്തിൽ അല്ലെങ്കിൽ പാലിയോലിത്തിക് പീരീഡിലാണ്. അപ്പോൾ ഈ ആധുനിക മനുഷ്യനായിട്ടുള്ള ഹോമോ സാപ്പിയൻസിൻ്റെ ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ കാലഘട്ടം, അതായത് പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത് ഒരു ജിയോളജിക്കൽ സ്കെയിലിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്ലീസ്റ്റോസീൻ എന്നൊരു കാലഘട്ടത്തിലാണ്. എന്താണ്? പ്ലീസ്റ്റോസീൻ എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിലാണ് ഈ പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജ് ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലീസ്റ്റോസീൻ എന്ന് പറഞ്ഞൊരു കാലഘട്ടത്തിൽ ഭൂമി എങ്ങനെയായിരുന്നു? മഞ്ഞ് മൂടിക്കിടക്കുന്ന കാലമായിട്ടുള്ള ഐസ് ഏജിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സമയത്താണ് പ്രാചീന ശിലായുഗം നിലനിന്നിരുന്നത്. അപ്പോൾ എന്താണ്? നമ്മുടെ ജിയോളജിക്കൽ സ്കെയിൽ നോക്കിക്കഴിഞ്ഞാൽ, അതായത് നമ്മുടെ പഴയ കാലഘട്ടങ്ങളൊക്കെ ഒരു ശ്രേണിയായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ അതിനൊരു ജിയോളജിക്കൽ സ്കെയിലായിട്ടാണ് നമ്മൾ പറയുന്നത്. ആ ഒരു ജിയോളജിക്കൽ സ്കെയിലിൽ പ്ലീസ്റ്റോസീൻ എന്ന് പറഞ്ഞൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഫുൾ ഭൂമി ഐസ് മൂടിക്കിടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിന് നമ്മൾ ഐസ് ഏജ് എന്നും കൂടെ നമ്മൾ അതിനെ പറയും. അപ്പോൾ ആ ഒരു ഐസ് ഏജ് സമയത്താണ് ഈ പ്രാചീന ശിലായുഗം അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജ് ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഏത് കാലഘട്ടമാണ്? 10,000 BCക്ക് മുമ്പുള്ള കാലഘട്ടം. അതായത് 5,00,000 BCക്കും 10,000 BCക്കും ഇടയ്ക്കുള്ളൊരു പീരീഡ്. ഓക്കെ, ഇനി നമുക്ക് പ്രാചീന ശിലായുഗ മനുഷ്യരുടെ സ്വഭാവം ഒന്ന് നോക്കാം. എന്താണ് പ്രാചീന ശിലായുഗ മനുഷ്യരുടെ സ്വഭാവം എന്ന് പറയുന്നത്? ഇവർ പ്രാകൃത മനുഷ്യരാണ് അല്ലേ? സ്വാഭാവികമായിട്ടും ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്ന മനുഷ്യരാണ്. അപ്പോൾ ഇവർ പ്രാകൃത മനുഷ്യരാണ്. അതുപോലെ അലഞ്ഞു തിരിഞ്ഞ് നടന്നവരാണ്.
അപ്പോൾ ഇവർ വേട്ടയാടൽ ഉപജീവന മാർഗമാക്കിയവരായിരുന്നു. ഇതാണ് വേട്ടയാടൽ ഉപജീവന മാർഗമാക്കിയതായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാലഘട്ടത്തെ വേട്ടയാടൽ യുഗം എന്നും പറയുന്നുണ്ട്. അപ്പം എന്താണ്, പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ വേട്ടയാടൽ ഉപജീവന മാർഗമാക്കിയിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രാചീന ശിലായുഗത്തെ നമ്മൾ വേട്ടയാടൽ യുഗമെന്നും പറയുന്നു. അപ്പോൾ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന കല്ലുകൾ അതുപോലെ അവർ എന്തിനുപയോഗിച്ചു? വേട്ടയാടൻ അല്ലെങ്കിൽ ഹണ്ടിങ്ങിനായിട്ട് ഉപയോഗിച്ചു. അതായത് വലുതും പരിക്കനുമായ, അതായത് ബിഗ് ആൻഡ് റഫ് ടൂൾസ് ആണ് അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ കല്ലുകൾ കൂടാതെ അവർ ആനിമൽസിൻ്റെ എല്ലുകളും അല്ലെങ്കിൽ ബോൺസും അതുപോലെ ഐവറി അല്ലെങ്കിൽ ആനക്കൊമ്പുകളും തടിയുടെ കഷ്ണങ്ങളൊക്കെ എന്തായിട്ട് ഉപയോഗിച്ചു? അവർ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പം എന്താണ്, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന കല്ലുകൾ അവർ അതുപോലെ തന്നെയാണ് വേട്ടയാടാൻ ഉപയോഗിച്ചിരുന്നത്. വലുതും പരിക്കനുമായ ബിഗ് ആൻഡ് റഫ് ഉപകരണങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ ഒരു പിക്ചർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കല്ലുകൾ കൂടാതെ പിന്നെ ആനിമൽസിൻ്റെ ബോൺസ്, പിന്നീട് ഐവറി അല്ലെങ്കിൽ ആനക്കൊമ്പുകൾ, പിന്നെ തടിയുടെ കഷ്ണങ്ങളൊക്കെ നമ്മൾ ആയുധങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ കൂട്ടത്തോടെയാണ് ഇവർ എപ്പോഴും വേട്ടയാടിയിരുന്നത്. അപ്പോൾ ഇതിനെ ശക്തനായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും ഇവരുടെ നേതാവ്. വേട്ടയാടുന്നതിൽ ഇവർക്ക് ജെൻഡർ ഡിഫറൻസ് ഒന്നുമില്ല. അതായത് ഈ കൂട്ടത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒരുമിച്ചാണ് വേട്ടയാടാൻ പോയിരുന്നത്. ഓക്കെ, ഇങ്ങനെ വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ കൊഴുപ്പ് അല്ലെങ്കിൽ ആനിമൽ ഫാറ്റ് അന്നവർ തീ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ എന്താണ്, ഇങ്ങനെ വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ കൊഴുപ്പ് അല്ലെങ്കിൽ ആനിമൽ ഫാറ്റ് അന്നവർ തീ കത്തിക്കാനായിട്ട് ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഗുഹയ്ക്കുള്ളിൽ വെളിച്ചത്തിനും ആഹാരം പാകം ചെയ്യാനും അവർ തീ ഉപയോഗിച്ചിരുന്നു. സോ ഇതിൽ നിന്നും പ്രാചീന ശിലായുഗ മനുഷ്യർ തീയുടെ ഉപയോഗം മനസ്സിലാക്കിയിരുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാനും കഴിഞ്ഞു. ഓക്കെ, പിന്നീട് പ്രാചീന ശിലായുഗ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് വിവരം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ് ഗുഹാചിത്രങ്ങൾ. അപ്പം എന്താണ്, പ്രാചീന ശിലായുഗ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് വിവരം നൽകുന്ന പ്രധാന സ്രോതസ്സുകളാണ് ഗുഹാചിത്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഗുഹകളായിരുന്നു ഇവരുടെ പ്രധാന വാസസ്ഥലങ്ങൾ. അതുകൊണ്ട് തന്നെ അവർ ആ ഗുഹയ്ക്കുള്ളിൽ എന്ത് ചെയ്തു? ഒരുപാട് ചിത്രങ്ങൾ വരച്ചിരുന്നു. അപ്പോൾ സംഘമായി വേട്ട നടത്തുകയും വിനോദത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയും ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ്, സംഘമായി വേട്ട നടത്തുകയും വിനോദത്തിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. അതുപോലെ ഗുഹകളിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ പ്രാവീണ്യം ഇവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഗുഹകളിൽ അവർക്ക് ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ അവർക്ക് പ്രാവീണ്യമുണ്ടായിരുന്നു. അന്നത്തെ ചിത്രങ്ങളിൽ പല തരത്തിലുള്ള നിറങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. എന്താണ്, പല തരത്തിലുള്ള നിറങ്ങൾ അന്നവർ ഉപയോഗിച്ചിരുന്നു. അവ സസ്യങ്ങളുടെയും പഴങ്ങളുടെയും നീരിൽ നിന്നും അതുപോലെ ചെങ്കല്ലിൻ്റെ പൊടിയിൽ നിന്നും, അതായത് ലാറ്ററൈറ്റ് പൗഡറിൽ നിന്നൊക്കെയാണ് ആ ഒരു കളറൊക്കെ അവർ എടുത്തിരുന്നത്. അപ്പോൾ കൂടുതൽ ചിത്രങ്ങളും ഹണ്ടിങ്സ് അല്ലെങ്കിൽ വേട്ടയാടലും അതുപോലെ മൃഗങ്ങളുമായി ബന്ധപ്പെട്ടവയായിരുന്നു. അപ്പോൾ വേട്ടയാടൽ ആസൂത്രണം ചെയ്തതിൻ്റെ തെളിവുകളും ഗുഹാചിത്രങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒന്നെന്താണ്, അവർ പ്ലാൻ ചെയ്തതിൻ്റെയും നാളെ ഇങ്ങനെയൊക്കെ ആക്രമിക്കണം, ഈ വശത്തു കൂടി ആക്രമിക്കണം എന്നതിനെ പറ്റിയൊക്കെ ആയിരിക്കും അവർ ചിലപ്പോൾ ആ ചിത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാവുക. രണ്ടാമത്തെ കാര്യം എന്താണ്, അവരുടെ നേട്ടങ്ങളെ പറ്റിയിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവർ താമസിച്ചിരുന്ന ഗുഹകളുടെ മുകൾ ഭാഗത്തും എന്തുണ്ട്? ചിത്രങ്ങൾ അവർ വരച്ചിരുന്നു. അപ്പം അന്ന് മനുഷ്യർ വരച്ചിരുന്ന ചിത്രങ്ങളുടെ പ്രത്യേകത അനുസരിച്ച് ചിത്രങ്ങളെ മൂന്നായിട്ട് തിരിക്കാം. ഇതാണ്, അന്ന് മനുഷ്യർ വരച്ചിരുന്ന ചിത്രങ്ങളുടെ പ്രത്യേകത അനുസരിച്ച് ചിത്രങ്ങളെ മൂന്നായി തിരിക്കാം. ഒന്ന് മനുഷ്യരുടെ ചിത്രങ്ങൾ, പിന്നുള്ളത് മൃഗങ്ങളുടെ ചിത്രങ്ങൾ, പിന്നെയുള്ളത് ജിയോമെട്രിക് പാറ്റേൺസിലുള്ള ചിത്രങ്ങൾ. എന്താണ്, മനുഷ്യരുടെ ചിത്രങ്ങൾ, മൃഗങ്ങളുടെ ചിത്രങ്ങൾ, ജിയോമെട്രിക് പാറ്റേൺസിലുള്ള ചിത്രങ്ങൾ. മനുഷ്യരുടെ ചിത്രങ്ങൾ എന്ന് പറയുമ്പം എന്താണ്, മെയിനായിട്ടും സ്റ്റിക്ക് ലൈക്ക് ഫോമിലായിരിക്കും. അതായത് ഈർക്കിൽ കൊള്ളി പോലെയായിരിക്കും അവർ ആ മനുഷ്യനെ വരച്ചിട്ടുണ്ടാവുക. അതുപോലെ ജിയോമെട്രിക് പാറ്റേൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, ചില വേവി ലൈൻസ് ആയിരിക്കും. അതായത് തിരമാലകൾ പോലുള്ള ലൈൻസ് ഇട്ടിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിളിൽ ചെറിയ എന്തെങ്കിലും ഡിസൈൻസ്, അതൊരു ചതുരം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് വരച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഡോട്ട്സ് ആയിരിക്കും, അത് കുറേ കുത്തുകളൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളതായിരിക്കും. സോ ഇങ്ങനെയുള്ളതാണ് ജിയോമെട്രിക് പാറ്റേൺസ് എന്ന് പറയുന്നത്. അതുകൂടാതെ മൃഗങ്ങളുടെ ചിത്രങ്ങളും അവർ വരച്ചിരുന്നു. അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ അവർ വൈറ്റ്, ബ്ലാക്ക്, റെഡ് തുടങ്ങിയ കളറുകളായിരുന്നു വരച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് വൈറ്റിലും ബ്ലാക്കിലും റെഡ് കളറിലുമായിരുന്നു അവർ ചിത്രങ്ങൾ വരച്ചിരുന്നത്. ഓക്കെ, പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാനത്തോടെ മനുഷ്യൻ കല്ലുകൾ കൊണ്ട് പ്രതിമയുണ്ടാക്കാൻ തുടങ്ങി. അപ്പം കളിമണ്ണിൽ നിന്നും അവൻ പ്രതിമയുണ്ടാക്കാൻ പഠിച്ചു. അപ്പം അതാണ് ഈ പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും മനുഷ്യൻ എന്ത് ചെയ്യാൻ തുടങ്ങി? കല്ലുകൾ കൊണ്ട് പ്രതിമയുണ്ടാക്കാൻ തുടങ്ങി. കളിമണ്ണിൽ നിന്നും അവൻ പ്രതിമയുണ്ടാക്കാൻ പഠിക്കുകയും ചെയ്തു. അപ്പോൾ ബാർക്ക് ഫൈബർ അല്ലെങ്കിൽ മരനാരിൽ നിന്നും എന്ത് ചെയ്തു? വെസൽസ് അല്ലെങ്കിൽ പാത്രങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു. അതുപോലെ തന്നെ അവൻ ആയുധമായി ഉപയോഗിച്ചിരുന്ന ബോൺസിലേക്ക്, അത് എല്ലുകളിലേക്ക് ചിത്രങ്ങൾ വരയ്ക്കാനും പഠിച്ചു. അപ്പം എന്താണ്, പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാനത്തോടെ മനുഷ്യൻ കല്ലുകൾ കൊണ്ട് പ്രതിമയുണ്ടാക്കാനും കളിമണ്ണിൽ നിന്ന് പ്രതിമയുണ്ടാക്കാനൊക്കെ പഠിച്ചു. അതിൻ്റെ ഒരു പിക്ചർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അതുപോലെ ബാർക്ക് ഫൈബർ അല്ലെങ്കിൽ മരനാരിൽ നിന്നുള്ള വെസൽസ്, പാത്രങ്ങളും ഉണ്ടാക്കാൻ പഠിച്ചു. അതുപോലെ അവൻ ആയുധമായി ഉപയോഗിച്ചിരുന്ന ബോൺസിൽ അല്ലെങ്കിൽ എല്ലുകളിൽ ചിത്രങ്ങളും വരയ്ക്കാൻ പഠിച്ചു. അപ്പോൾ വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് എല്ലുകളിൽ നിന്നും ഫ്ലൂട്ട് ലൈക്ക് വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഓടക്കുഴൽ പോലുള്ള സാധനങ്ങളൊക്കെ അവൻ ഉപയോഗിക്കാൻ ആരംഭിച്ചു. അപ്പോൾ എന്താണ്, വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എല്ലുകളിൽ നിന്നും ഫ്ലൂട്ട് ലൈക്ക് വിൻഡ്
വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഓടക്കുഴൽ അവൻ ഉപയോഗിക്കാൻ ആരംഭിച്ചു. അതിൻ്റെ ഒരു ചിത്രവും നമ്മൾ കൊടുത്തിട്ടുണ്ട്. മരവുരിയും മരത്തിൻ്റെ തൊലിയും വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചു. എന്നാണ് മരവുരിയും മരത്തിൻ്റെ തൊലിയുമാണ് പ്രാചീന ശിലായുഗ മനുഷ്യർ വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചത്. ഇത് തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും അവനെ സംരക്ഷിച്ചിരുന്നു. അപ്പോൾ ഈ മരത്തൊലിയൊക്കെ കൂട്ടി യോജിപ്പിക്കുന്നതിന് അവൻ എങ്ങനെയാണ് തയ്ച്ചിരുന്നത്? ആനിമൽസിൻ്റെ ബോൺസ്, നേർത്ത ബോൺസുകൾ അവൻ സൂചിയായിട്ട് ഉപയോഗിച്ചു. ആ സൂചിയായിട്ട് ആ ബോൺസിനെ മാറ്റിയതിൻ്റെ ഒരു ചിത്രങ്ങളും നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് മരവുരിയും മരത്തിൻ്റെ തൊലിയും ഒക്കെ അവൻ വസ്ത്രങ്ങളായി ഉപയോഗിച്ചു. ഇത് തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും അവനെ സംരക്ഷിച്ചു. ഈ മരത്തൊലിയൊക്കെ കൂട്ടി യോജിപ്പിക്കാൻ ആനിമൽസ് ബോൺസ് അവൻ സൂചിയായിട്ട് ഉപയോഗിച്ചു. മൃഗങ്ങളുടെ മാംസം, പഴങ്ങൾ, പച്ചക്കറികൾ, ശുദ്ധജല മത്സ്യങ്ങൾ എന്നിവ അവർ ഭക്ഷണമായിട്ട് അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്നു. അപ്പം എന്താണ് മൃഗങ്ങളുടെ മാംസം, പഴങ്ങൾ, പച്ചക്കറികൾ, ശുദ്ധജല മത്സ്യങ്ങൾ എന്നിവ ഭക്ഷണമായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ അതിൻ്റെ ശേഷിപ്പുകൾ ഗുഹകളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് അന്നവർ മീൻപിടുത്തം വശമാക്കിയതിൻ്റെ കൂടി തെളിവാണ്. പിന്നീട് പ്രാചീന ശിലായുഗ മനുഷ്യർ വൈദഗ്ധ്യം നേടിയ മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത് ശില്പവിദ്യയാണ്. ശില്പവിദ്യ എന്ന് പറയുമ്പോൾ പ്രതിമകൾ, മനുഷ്യരൂപങ്ങൾ, അതായത് അവൻ പ്രതിമകളും മനുഷ്യരൂപങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ അന്നേ ശീലിച്ചിരുന്നു. അതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ചിത്രകല എന്ന് പറയുമ്പോൾ ഗുഹാചിത്രങ്ങളാണ്. ആ ഗുഹാചിത്രങ്ങൾ തന്നെയാണ് അവന് ചിത്രകലയിൽ വൈദഗ്ധ്യം ഉണ്ടായിരുന്നു എന്ന് തെളിവ് നമുക്ക് നൽകുന്നത്. കരകൗശല വിദ്യ എന്ന് പറയുമ്പോൾ അവൻ ഉണ്ടാക്കിയിരുന്ന പാത്രങ്ങൾ, അല്ലെങ്കിൽ അവർ ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, ആഭരണങ്ങൾ, സുഷിരവാദ്യങ്ങളൊക്കെ അവന് കരകൗശല വിദ്യയിൽ പ്രാവീണ്യം ഉണ്ടായിരുന്നതിൻ്റെ തെളിവുകളാണ്. അപ്പം എന്താണ് പ്രാചീന ശിലായുഗ മനുഷ്യർ വൈദഗ്ധ്യം നേടിയ മേഖലകൾ ഏതൊക്കെയാണ്? ശില്പവിദ്യ, ചിത്രകല, കരകൗശല വിദ്യ. ശില്പവിദ്യയ്ക്ക് എങ്ങനെയാണ് നമുക്ക് തെളിവ് കിട്ടിയത്? പ്രതിമകൾ, മനുഷ്യരൂപങ്ങൾ. ചിത്രകലയിലോ ഗുഹാചിത്രങ്ങൾ. കരകൗശല വിദ്യയിലോ പാത്രങ്ങളും ആഭരണങ്ങളും സുഷിരവാദ്യങ്ങളും. ഇതുവരെ നമ്മൾ പ്രാചീന ശിലായുഗ മനുഷ്യരെ പറ്റിയും അവരുടെ സ്വഭാവത്തെ പറ്റിയും മനസ്സിലാക്കി. ഇവയൊക്കെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? ഇവർ ഉപയോഗിച്ചിരുന്ന പുരാവസ്തുക്കൾ തെളിവായി കിട്ടിയതുകൊണ്ടാണ്, അല്ലേ? സോ ഈ തെളിവായി കിട്ടിയ സ്ഥലങ്ങളെയാണ് നമ്മൾ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് ഒരുപാട് പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഒന്നാണ് ഭിംബേത്ക. ഭിംബേത്ക എവിടെയാണ്? മധ്യപ്രദേശിലാണ് ഭിംബേത്ക ഉള്ളത്. നർമ്മദ താഴ്വര, അത് മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഗുജറാത്തിലുമായിട്ടാണ് കാണുന്നത്. അടുത്തതാണ് ഹൻസ്ഗി. ഹൻസ്ഗി എന്ന് പറയുന്നത് കർണാടകയിലാണ്. ആദംഘട്ട് മധ്യപ്രദേശിലാണ്. നാഗാർജുനകൊണ്ട ആന്ധ്രാപ്രദേശിലാണ്. കുർനൂൽ ഗുഹ ആന്ധ്രാപ്രദേശാണ്. ഹിബ്ബനപ്പള്ളി കർണാടകയിലാണ്. ആതിരപ്പക്കം തമിഴ്നാട്ടിലാണ്. സോവൻ വാലി ഇന്നത്തെ പാകിസ്ഥാനിലാണ്. ബേലൻ വാലി ഉത്തർപ്രദേശിലാണ്. അതുപോലെ ഇന്ത്യക്ക് പുറത്തും എന്തുണ്ട്? പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നാണ് ഫ്രാൻസിലുള്ള ലാസ്കോ എന്ന് പറയുന്നതാണ്. ഫ്രാൻസിലുള്ള ലാസ്കോ, സ്പെയിനിലുള്ള അൾട്ടാമിറ, ഫ്രാൻസിനുള്ള ഷോവെ. അപ്പോൾ എന്താണ്? ഫ്രാൻസിലുള്ള ലാസ്കോ, സ്പെയിനിലുള്ള അൾട്ടാമിറ, വീണ്ടും ഫ്രാൻസിലുള്ള ഷോവെ. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രാചീന ശിലായുഗത്തെ പറ്റി നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഇങ്ങനെ ഓരോ തെളിവുകൾ കിട്ടിയിട്ടാണെന്ന് പറഞ്ഞു. സോ അങ്ങനെ പ്രധാനപ്പെട്ട ചില തെളിവുകളെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തേതാണ് കാള അല്ലെങ്കിൽ ഓക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഫ്രാൻസിലെ ലാസ്കോയിൽ ഉള്ള ഒരു ഗുഹാചിത്രമാണ് കാള അല്ലെങ്കിൽ ഓക്സിൻ്റേത്. അപ്പോൾ ഫ്രാൻസിലെ ലാസ്കോ ഗുഹയിൽ ഏകദേശം 2000-ഓളം ഗുഹാചിത്രങ്ങളാണുള്ളത്. എന്താണ്? ഫ്രാൻസിലെ ലാസ്കോ ഗുഹയിൽ ഏകദേശം 2000-ഓളം ഗുഹാചിത്രങ്ങളുണ്ട്. കൂടുതലും വലിയ മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് ഇതിനകത്ത് വരച്ചിട്ടുള്ളത്. അതിനു പുറമെ മനുഷ്യരൂപങ്ങളും വ്യക്തമല്ലാത്ത കുറേ ചിഹ്നങ്ങളും നമുക്കിതിൽ കാണാൻ കഴിയും. അപ്പോൾ സമീപത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകതകളോ അക്കാലത്തെ ചെടികളോ ഒന്നും ചിത്രങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗുഹയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം എന്ന് പറയുന്നത് കാളകളുടെ വിശാലമായ മുറിയാണ്. ഇതാണ് കാളകളുടെ വിശാലമായ മുറി അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ഹാൾ ഓഫ് ബുൾസ്. ദ ഗ്രേറ്റ് ഹാൾ ഓഫ് ബുൾസ് എവിടെ നമുക്ക് കാണാൻ കഴിയും? ഫ്രാൻസിലെ ലാസ്കോയിൽ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ എന്താണ് കാള അല്ലെങ്കിൽ ഓക്സ് എന്ന് പറയുന്ന ഒരു ഗുഹാചിത്രം എവിടെയാണ് കണ്ടെത്തിയത്? ഫ്രാൻസിലെ ലാസ്കോയിലാണ് കണ്ടെത്തിയത്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഫ്രാൻസിലെ ലാസ്കോ ഗുഹയിൽ ഏകദേശം 2000-ഓളം ഗുഹാചിത്രങ്ങളുണ്ട്. കൂടുതലും വലിയ മൃഗങ്ങളുടെ ചിത്രങ്ങളാണ്. അതിനു പുറമെ മനുഷ്യരൂപങ്ങളും വ്യക്തമല്ലാത്ത ചിഹ്നങ്ങളുമുണ്ട്. സമീപത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകതകളോ അക്കാലത്തെ ചെടികളുടെ ചിത്രങ്ങളൊന്നും അതിനകത്ത് വരച്ചിട്ടുമില്ല. അപ്പോൾ ഗുഹയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം എന്ന് പറയുന്നത് കാളകളുടെ വിശാലമായ മുറി അല്ലെങ്കിൽ ദ ഗ്രേറ്റ് ഹാൾ ഓഫ് ബുൾസ് ആണ്. ആ ഒരു ചിത്രം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഗുഹാചിത്രമാണ് കാട്ടുപന്നി അല്ലെങ്കിൽ ബോവറിൻ്റേത്. അപ്പോൾ ഈ കാട്ടുപന്നി അല്ലെങ്കിൽ ബോവറിൻ്റെ ഗുഹാചിത്രം നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? സ്പെയിനിലെ അൾട്ടാമിറ ഗുഹയിലാണ്. അപ്പോൾ സ്പെയിനിലെ അൾട്ടാമിറ ഗുഹയിലാണ് കാട്ടുപന്നി അല്ലെങ്കിൽ ബോവറിൻ്റെ ഗുഹാചിത്രമുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ അൾട്ടാമിറ ഗുഹകൾ എന്ന് പറയുന്നത് ബഹുവർണ്ണങ്ങളിലുള്ള നിരവധി ചിത്രങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ്. ഇതാണ് ബഹുവർണ്ണങ്ങളിലുള്ള നിരവധി ചിത്രങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ് ഈ ഇവിടുത്തെ സ്പെയിനിലെ അൾട്ടാമിറ ഗുഹകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം 300
മീറ്റർ നീളമുള്ള ഈ ഗുഹയിൽ നിരവധി ഇടനാഴികളും അറകളുമുണ്ട്. അപ്പം എന്താണ് ഏകദേശം 300 മീറ്റർ നീളമുള്ള ഈ ഗുഹയിൽ നിരവധി ഇടനാഴികളും അറകളുമുണ്ട്. ആ ഒരു ചിത്രം നമ്മുടെ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുഹയുടെ ഉള്ളിലെ മുകൾ ഭിത്തിയിലും നിരവധി മനോഹരമായ ചിത്രങ്ങൾ അവർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ബഹുവർണ്ണ ചിത്രങ്ങളടങ്ങിയ വിശാലമായിട്ടുള്ളൊരു ഹോൾ, അതായത് ഗ്രേറ്റ് ഹാൾ ഓഫ് പോളിക്രോംസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ്. അപ്പം എന്താണ് ബഹുവർണ്ണ ചിത്രങ്ങളടങ്ങിയ വിശാലമായ ഹോൾ അല്ലെങ്കിൽ ഗ്രേറ്റ് ഹാൾ ഓഫ് പോളിക്രോംസ് എന്ന് പറയുന്നതും ഈ ഒരു സ്പെയിനിലെ അൾട്ടാമിറ ഗുഹയുടെ ഒരു പ്രധാന സവിശേഷതയാണ്. അപ്പോൾ എന്താണ് ബോവർ അല്ലെങ്കിൽ കാട്ടുപന്നിയുടെ ഗുഹാചിത്രം നമുക്ക് ഇവിടെ നിന്ന് കിട്ടി, സ്പെയിനിലെ അൾട്ടാമിറയിൽ നിന്ന് കിട്ടി. അപ്പോൾ അൾട്ടാമിറ ഗുഹകൾ എന്ന് പറയുന്നത് ബഹുവർണ്ണങ്ങളിലുള്ള നിരവധി ചിത്രങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണ്. ഏകദേശം 300 മീറ്റർ നീളമുള്ള ഈ ഗുഹയിൽ നിരവധി ഇടനാഴികളും അറകളുമുണ്ട്. ഗുഹയുടെ ഉള്ളിലെ മുകൾ ഭിത്തിയിൽ നിരവധി മനോഹരമായ ചിത്രങ്ങളുണ്ട്. ബഹുവർണ്ണ ചിത്രങ്ങളടങ്ങിയ വിശാലമായ ഹോൾ അല്ലെങ്കിൽ ഗ്രേറ്റ് ഹാൾ ഓഫ് പോളിക്രോംസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ്. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട ഗുഹാചിത്രമാണ് കാട്ടുപോത്ത് അല്ലെങ്കിൽ ബൈസൻ്റേത്. അത് നമുക്ക് ഫ്രാൻസിലെ ഷോവയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. എന്താണ് ഫ്രാൻസിലെ ഷോവയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കാട്ടുപോത്ത് അല്ലെങ്കിൽ ബൈസൻ്റെ ഗുഹാചിത്രം എന്ന് പറയുന്നതും ഒരു പ്രത്യേകതയുണ്ട്. അപ്പം എന്താണ് ദക്ഷിണ ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന ഷോവേ ഗുഹ വളരെ വിശാലമായ ഒന്നാണ്. അപ്പം എന്താണ് ദക്ഷിണ ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന ഷോവേ ഗുഹ വളരെ വിശാലമായ ഒന്നാണ്. ആ വിശാലത ഞാൻ ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടിയുടെ കാൽപ്പാടും പ്രാചീനമായ അടുപ്പിൻ്റെ അവശിഷ്ടങ്ങളുമൊക്കെ അവിടെയുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ കാൽപ്പാടും ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താണ് ഒരു കുട്ടിയുടെ കാൽപ്പാടും പ്രാചീനമായ അടുപ്പിൻ്റെ അവശിഷ്ടങ്ങളും അവിടെയുണ്ട്. നിരവധി മൃഗങ്ങളുടെ ചിത്രങ്ങൾ അവിടെ കാണാൻ കഴിയും. വീനസിൻ്റെ പൂർത്തിയാവാത്ത ചിത്രം ഷോവേ ഗുഹയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പം എന്താണ് വീനസിൻ്റെ പൂർത്തിയാവാത്ത ചിത്രം ഷോവേ ഗുഹയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പം എന്താണ് കാട്ടുപോത്ത് അല്ലെങ്കിൽ ബൈസൺ എന്ന് പറയുന്ന ഒരു ഗുഹാചിത്രം നമുക്ക് ഫ്രാൻസിലെ ഷോവയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ദക്ഷിണ ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന ഷോവേ ഗുഹ വളരെ വിശാലമായ ഒന്നാണ്. ഒരു കുട്ടിയുടെ കാൽപ്പാടും പ്രാചീനമായ അടുപ്പിൻ്റെ അവശിഷ്ടങ്ങളും അവിടെയുണ്ട്. നിരവധി മൃഗങ്ങളുടെ ചിത്രങ്ങളും നമുക്ക് അവിടെ കാണാൻ കഴിയും. വീനസിൻ്റെ പൂർത്തിയാവാത്ത ചിത്രം ഷോവേ ഗുഹയുടെ ഒരു പ്രത്യേകതയാണെന്നും ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങൾ, ഒന്ന് കാള അല്ലെങ്കിൽ ഓക്സ്, അതെവിടെയായിരുന്നു പറഞ്ഞത് ഫ്രാൻസിലെ ലാസ്കോയിലാണ്. അതുപോലെ കാട്ടുപന്നി അല്ലെങ്കിൽ ബോവർ എന്ന് പറയുന്നത് സ്പെയിനിലെ അൾട്ടാമിറയിലാണ്. കാട്ടുപോത്ത് അല്ലെങ്കിൽ ബൈസൺ എന്ന് പറയുന്നത് ഫ്രാൻസിലെ ഷോവയിലാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളും കൂടി നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, നമുക്ക് ഇന്ത്യയിൽ നിന്നും ഒരുപാട് ഗുഹാചിത്രങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഫിംബേത്കയിലുള്ള സംഘനൃത്തം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡാൻസിൻ്റെ ഒരു ഗുഹാചിത്രം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റൊന്നാണ് ഫിംബേത്കയിലുള്ള വേട്ടയാടൽ അല്ലെങ്കിൽ ഹൈറിങ്ങിൻ്റെ ഒരു ഗുഹാചിത്രവും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു വേട്ടയാടൽ ഫിംബേത്കയിലെ വേട്ടയാടൽ എന്ന് പറയുന്ന ആ ഒരു ഗുഹാചിത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 1957 എന്നാണ്. 1957 VS വഗൻകറാണ് ഫിംബേത്കയിലെ ഗുഹാചിത്രങ്ങൾ ആദ്യമായി ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അപ്പം 1957 VS വഗൻകറാണ് ഫിംബേത്കയിലെ ഗുഹാചിത്രങ്ങൾ ആദ്യമായി ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഫിംബേത്ക എവിടെയാണ്? മധ്യപ്രദേശിലാണ്. അപ്പോൾ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച 250ഓളം വാസസ്ഥലങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അപ്പം കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച 250ഓളം വാസസ്ഥലങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഇവയിൽ ധാരാളം ചിത്രങ്ങളും അവർ വരച്ചിട്ടുണ്ട്. അപ്പോൾ വേട്ടയുടെയും അതേപോലെ സംഘപ്രവർത്തനത്തിൻ്റെയും ചിത്രങ്ങളാണ് ഇതിൽ കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ ചുമടേന്തിയ സ്ത്രീയുടെയും പെൺമയിലിൻ്റെയും ചിത്രങ്ങളൊക്കെ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ് മധ്യപ്രദേശിലെ ഫിംബേത്ക എന്ന് പറയുന്നത്. അപ്പോൾ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ, അതായത് റോക്ക് ഷെൽട്ടേഴ്സ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ലഭിച്ച പ്രധാനപ്പെട്ട ഗുഹാചിത്രങ്ങൾ എന്ന് പറയുന്നത് ഫിംബേത്കയിൽ നിന്ന് ലഭിച്ച സംഘനൃത്തം അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറയുന്നത് ഒന്നും, മറ്റൊന്നെന്താണ് വേട്ടയാടൽ അല്ലെങ്കിൽ ഹൈറിങ്ങിൻ്റേതുമാണ്. അപ്പോൾ 1957 VS വഗൻകറാണ് ഫിംബേത്കയിലെ ഗുഹാചിത്രങ്ങൾ ആദ്യമായി ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. കല്ലുകൊണ്ട് നിർമ്മിച്ച 250ഓളം വാസസ്ഥലങ്ങൾ ഇവിടെ കാണുന്നു. ഇവയിൽ ധാരാളം ചിത്രങ്ങളുണ്ട്. വേട്ടയുടെയും സംഘപ്രവർത്തനത്തിൻ്റെ ചിത്രങ്ങളാണ് ഇതിൽ ശ്രദ്ധേയം. ചുമടേന്തിയ സ്ത്രീയുടെയും പെൺമയിലിൻ്റെയും ചിത്രങ്ങളൊക്കെ ഇവിടെയുണ്ട്. കൂടാതെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ അല്ലെങ്കിൽ റോക്ക് ഷെൽട്ടേഴ്സ് ആണ് ഫിംബേത്കയുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. ഓക്കെ, സോ പുരാതന ഇന്ത്യൻ ചരിത്രത്തിലെ ശിലായുഗത്തിലെ പ്രാചീന ശിലായുഗം വരെയാണ് നമ്മളിവിടെ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ബാക്കിയുള്ള മധ്യശിലായുഗവും നവീന ശിലായുഗവും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും ഉടൻ തന്നെ അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.